ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. 2025 കീം പരീക്ഷ എഴുതിയ റിപ്പീറ്റർ ആയിക്കോട്ടെ, സാധാരണ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കാരണം ഇംപ്രൂവ്മെന്റ് പരീക്ഷ മുതൽ +2 എക്സാം ടൈം ടേബിൾ മുതൽ സിലബസ് മുതൽ ഇപ്പോഴിതാ കീം പരീക്ഷ വരെ എത്തി നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു വന്ന വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇപ്പോഴിതാ ഭാവി പല വിദ്യാർത്ഥികളും കമന്റ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, അത് ഈ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ നടന്ന ഒരു പരീക്ഷ കീം 2025. അത് വെച്ച് ആദ്യം വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന സംശയമായിരുന്നു. ഒടുവിൽ അതിന്റെ കീം സ്കോർ വന്നു. എന്നാലും നമുക്കറിയാം, കീം എന്ന് പറയുന്നത് 2 വ്യത്യസ്ത മാർക്കുകളെ ഏകീകരിച്ചുകൊണ്ട് അവസാനം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വരണം. എന്നാൽ മാത്രമേ മറ്റ് ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ ഇൻഡെക്സ് മാർക്ക് പോലെ ഈ റാങ്ക് ലിസ്റ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും നമുക്ക് ഏത് കോളേജ് കിട്ടുമെന്നും അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് കോളേജ് സീറ്റ് നമുക്ക് കിട്ടുമോ എന്നെങ്കിലും നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. അതിന് പോലും ഇന്ന്, അതായത് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് ദിവസം ഏകദേശം കീം പരീക്ഷ നടത്തിയിട്ട് 2 മാസത്തിലേറെയായി നിൽക്കുമ്പോഴും ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞു പോവുകയാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ തന്നെയാണ്. ജെഇ സെക്കൻഡ് അലോട്ട്മെന്റ് കൗൺസിലിംഗ് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡിഗ്രി അഡ്മിഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ജൂലൈ 1 ക്ലാസ്സുകൾ തുടങ്ങണമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റുകൾ കാലിക്കറ്റ് ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞു. അതുകൂടാതെ നീറ്റ് എന്താ സംഭവിച്ചത്? നീറ്റ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംഭവിപ്പിക്കുമ്പോഴും കേരളത്തിലെ തദ്ദേശീയമായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം, കേരള എൻട്രൻസ് എക്സാം കമ്മീഷണർക്ക് ആ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞ സ്കോറുകൾ വന്ന് +2 റിസൾട്ടുകൾ വന്ന് ഈ ഒരു സാഹചര്യത്തിൽ പോലും സ്റ്റാൻഡേർഡൈസേഷൻ ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നു പലർക്കും എന്നൊക്കെ. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും അതിന് ഇത്രയും സമയം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് വൈകിപ്പിച്ചു? ഈ ഒരു റാങ്ക് വന്നതിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് തന്നെ തീരുമാനിക്കാനുള്ളത്, ഇനി തങ്ങൾ റിപ്പീറ്റിന് പോകണോ, ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഏത് ഓപ്ഷനിൽ അത് വയ്ക്കണം, ഏതൊക്കെ അലോട്ട്മെന്റ്, റിസർവേഷൻ എങ്ങനെയായിരിക്കും. വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കീം വെബ്സൈറ്റിൽ തന്നെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഞങ്ങളോട് പേഴ്സണലായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്, സാർ എന്താണ് ഡൗൺലോഡ് പെർഫോമ, എന്താണ് ഈ പുതിയ അപ്ഡേറ്റ്, ഞങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ കീം മാർക്ക് വെരിഫിക്കേഷൻ ഓൾറെഡി ഒരുപാട് പേര് വെരിഫൈ ചെയ്തു, അവർക്ക് ഡൗട്ടാണ്, വീണ്ടും പോയി വെരിഫൈ ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത്, ഫാർമസിക്കാർ അവിടെ മാർക്ക് കൊടുക്കണമോ? കാരണം കീം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഫാർമസിയും എഞ്ചിനീയറിംഗും മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ, അതായത് പാരാമെഡിക്കൽ കോഴ്സിന് പോലും ഒരു തരത്തിലുള്ള അഡ്മിഷൻ വേണമെങ്കിൽ കീം വെബ്സൈറ്റിൽ പോയി നീറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ കീം റാങ്ക് ലിസ്റ്റിന് വേണ്ടി സത്യത്തിൽ കുട്ടികൾ ജൂൺ 10 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആദ്യം ഗൂഗിളെല്ലാം പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാനമാക്കി അതനുസരിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തു. ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റിക്കറിഞ്ഞ് ഏറ്റവും അവസാന 2 ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്ന് അതും വെയിറ്റ് ചെയ്ത് പിന്നീട് CE ഓഫീസിൽ വിളിച്ച് അവർക്ക് ഇതുവരെ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടില്ല എന്നും പറഞ്ഞ് ഇപ്പോഴിതാ വിദ്യാർത്ഥികൾ വീണ്ടും കാത്തിരിക്കുമ്പോൾ ആ മാർക്ക് വെരിഫിക്കേഷന് വേണ്ടി ആ തീയതി ജൂലൈ 3 വരെ നീട്ടാൻ പോകുന്നു എന്ന പുതിയ അപ്ഡേറ്റുകൾ കൺഫേംഡ് അല്ല, അതുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവതാളത്തിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അല്ലെങ്കിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഓരോ വാതിലുകളായി ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരികയാണ്, പ്രത്യേകിച്ച് ഡിഗ്രി അഡ്മിഷൻ്റെ ഒക്കെ. ഇതും കൂടി കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? കാരണം വിദ്യാർത്ഥികൾക്ക് ഇത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ലൈഫിലെ കരിയർ ഓപ്ഷൻസ് ഒരുപാടുണ്ട്, അവർക്ക് ചൂസ് ചെയ്യാം. ഇത് എത്രത്തോളം വൈകിപ്പിക്കുന്നുവോ അത്രത്തോളം മറ്റ് ഓപ്ഷൻസുകളൊക്കെ അവർക്ക് അടഞ്ഞു പോവുകയാണ്. അപ്പൊ അതുകൂടി മനസ്സിലാക്കുക. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കരുത്, ഇതൊരു അപേക്ഷയാണ്. ഇത് വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്ന തരത്തിലൊരു അപേക്ഷയാണ്. കാരണം എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ 1 ലക്ഷത്തോളം വരുന്ന 50,000 ഗവൺമെന്റ് സീറ്റ് ഉണ്ട്, ഓക്കെ, പക്ഷെ 1 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ഫാർമസി പഠിക്കാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതി അതിന്റെ അപ്ഡേറ്റുകൾ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ ഇനിയും നിരാശപ്പെടുത്തരുത്. അവർക്ക് അർഹമായിട്ടുള്ള ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് പിന്നീട് അങ്ങോട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഏത് കോളേജ് വേണം, ഏത് സീറ്റ് വേണം, ബാക്കി കാര്യങ്ങൾ. പക്ഷേ ഈ പ്രൊസീജിയർ ഗവൺമെന്റ് ലെവലിലോ അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസ് കമ്മീഷണർ ലെവലിലോ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളെ തന്നെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. നമുക്കറിയാം, കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ നീറ്റ് കീം എല്ലാം ഒരു ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളും സത്യത്തിൽ മത്സരിക്കുന്നത് NIT IIT പോലുള്ള കോളേജുകളോട് തന്നെയാണ് എഞ്ചിനീയറിംഗ് മേഖല എടുക്കുമ്പോൾ. അപ്പോൾ ജെഇ ഉൾപ്പെടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷ നടത്തി ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു പരീക്ഷാ ക്രമം അല്ലെങ്കിൽ പരീക്ഷാ റിസൾട്ട് ഇത്രത്തോളം വൈകുന്നത് എന്നറിയാതെ ചോദിച്ചു പോവാണ്. വിദ്യാർത്ഥികൾക്കും ഇതേ സംശയമുണ്ട്.
വിദ്യാർത്ഥികൾ പുതിയ തലമുറയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കൃത്യസമയത്ത് വൈകിപ്പിച്ചില്ല, കൃത്യസമയത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കും. കീമിന്റെ ആദ്യം മുതൽ, അതായത് പരീക്ഷ മുതൽ മലയാളത്തിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്ഡേറ്റുകൾ തന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകൾ പങ്കുവെച്ചും ചില പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെ നിന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. നമുക്കറിയാം, നിങ്ങൾ ഇനി കീമൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കോളേജ് വരെ അല്ലെ സ്കൂൾ വരെ പഠിച്ച് വന്നൊരു പാതയായിരിക്കില്ല. ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യം വരും. അത് പഠനത്തെ ആയിക്കോട്ടെ, നിങ്ങളെ പിറകെ നടന്ന് പഠിപ്പിക്കാൻ ആരും ഉണ്ടാകില്ല. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വേറെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. സോ എവറിത്തിങ് കംസ് അണ്ടർ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ. അതിന് റാങ്ക് ലിസ്റ്റ് വരണം. റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമുക്കും നിങ്ങൾക്കും ചേർന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഓരോ അലോട്ട്മെന്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം നടക്കട്ടെ. നമ്മളെ ലൈവ് സെഷൻസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കാണുന്ന രക്ഷകർത്താക്കളാണെങ്കിൽ അവർക്കും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും നിർത്തുന്നു.